നമസ്കാരം. ക്ഷേത്രവിരുദ്ധമായ തീരുമാനങ്ങളിലൂടെയും നയങ്ങളിലൂടെയും ഭക്തരുടെ കണ്ണീർ വീഴ്ത്തിയ ഒരു വിഭാഗം ആളുകൾക്ക് തിരിച്ചടി നേരിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളായി ഒരു വിവാദം നിലനിൽക്കുകയാണ്. ഏകാദശി ദിനത്തിൽ നൂറ്റാണ്ടുകളായി നടന്നു വരാറുള്ള ഉദയാസ്തമന പൂജ അത് വേണ്ടെന്ന് വയ്ക്കാൻ ദേവസ്വം ബോർഡും തന്ത്രിയും ചേർന്ന് തീരുമാനിക്കുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രതിഷേധം അവിടെ ഉണ്ടാവുകയാണ്. ഭക്തജനങ്ങളുടെ വികാരം മാനിക്കാതെ, അവരുടെ അഭിപ്രായം മാനിക്കാതെ, അവരുടെ പ്രതിഷേധം മാനിക്കാതെ ദേവസ്വം ഭരണസമിതിയും തന്ത്രിയും മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതായത് ഈ ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായി അവിടുത്തെ ഒരാചാരമായി നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ഉദയാസ്തമന പൂജ അത് വേണ്ട എന്ന് വയ്ക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. തീർച്ചയായും അത് ആചാര ലംഘനമാണ്, അത് നടക്കേണ്ടതാണ്. പരശുരാമനാണ് അവിടുത്തെ പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് മാറ്റാൻ തന്ത്രിക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ അധികാരമില്ല. അങ്ങനെ അധികാരം ലഭിക്കണമെങ്കിൽ ഈ വിധിപ്രകാരമുള്ള ദേവഹിത പരിശോധന നടത്തിയിരിക്കണം. അതൊന്നുമില്ലാതെ ആരുടെയോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരുടെയൊക്കെയോ സൗകര്യത്തിനു വേണ്ടി ഒരു മഹാക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളിൽ വളരെ ലാഘവത്തോടുകൂടി മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് ഭക്തർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി വരെയും എത്തിയിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചിരുന്നു. കേസ് വാദം കേൾക്കാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ തീർച്ചയായും ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭക്തർക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് തിരിച്ചടി തന്നെയാണ്. അതായത് സുപ്രീം കോടതിയിൽ അവരുടെ വക്കീലിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു എന്നാണ് കേട്ടത്. അതായത് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് അധികാരമുള്ളത്? ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ ബോർഡിന് അധികാരമില്ല എന്ന് നിങ്ങളുടെ ആമുഖത്തിൽ തന്നെ, നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ തന്നെ ഉദയാസ്തമന പൂജയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുണ്ട്. അങ്ങനെ നിലനിൽക്കെ അതൊരാചാരമല്ല എന്ന് വിലയിരുത്താനും അത് തന്നിഷ്ടം പോലെ മാറ്റിക്കളയാനും നിങ്ങൾക്കെങ്ങനെ പറ്റുന്നു എന്ന് സുപ്രീം കോടതിയുടെ വളരെ പ്രസക്തമായ നിരീക്ഷണമുണ്ടായി എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ കാര്യത്തിൽ കോടതി എങ്ങോട്ടാകും പോവുക, ഏത് ദിശയിലേക്കായിരിക്കും കോടതി വിധി വരിക എന്നൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഗുരുവായൂരിൽ ഇന്ന് ഏകാദശി പ്രമാണിച്ച് ഉദയാസ്തമന പൂജ എടുത്തുകളയാൻ ഭരണസമിതിക്കൊപ്പം കൂട്ടുനിന്ന തന്ത്രിക്കും മറ്റൊരു തിരിച്ചടിയേറ്റിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം ഇന്നലെ ക്ഷേത്രത്തിലെത്തുകയും ഏകാദശി ദിനത്തിൽ 10,000-കണക്കിന് ഭക്തരെത്തുന്ന സമയത്ത് ഉച്ചപൂജ അത് താൻ തന്നെ നിർവഹിക്കും എന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. സാധാരണ രീതിയിൽ ഇത്തരം ഉച്ചപൂജകൾ നടത്തുന്നത് അവിടുത്തെ ഓയിക്കന്മാരാണ്. അവർക്കാണ് അവകാശമുള്ളത്. അവർ അതിനെ എതിർത്തു. പക്ഷേ അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ തന്ത്രി താൻ തന്നെ ഉച്ചപൂജ നിർവഹിക്കും, നിവേദ്യത്തിനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം നൽകി പോവുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നു. തന്ത്രിയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് മരണപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് അദ്ദേഹത്തിന് ഇനി കുറച്ച് ദിവസത്തേക്ക് ക്ഷേത്രത്തിനുള്ളിൽ, ശ്രീകോവിലിനുള്ളിൽ കയറാനോ പൂജകൾ നടത്താനോ നിർവാഹമില്ല എന്നൊരവസ്ഥ വരുന്നു. ഓയിക്കന്മാർ എന്നും സാധാരണ പോലെ പൂജ നടത്തുകയും ചെയ്യുന്നു. അതായത് ഗുരുവായൂരപ്പൻ്റെ ഇംഗിതം അവിടെ നടപ്പായി. തനിക്കെതിരായി അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച തന്ത്രിയെ തൽക്കാലത്തേക്ക് നടയടച്ച് പിണ്ടം വച്ചിരിക്കുന്നു ഗുരുവായൂരപ്പൻ എന്ന പല രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും അഭിപ്രായങ്ങളുമെല്ലാം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇതിന് ശേഷം ഭക്തരുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്ന തരത്തിൽ, കാരണമാക്കുന്ന തരത്തിൽ മറ്റൊരു പ്രവൃത്തി കൂടി ഈ തന്ത്രി ചെയ്യുന്നുണ്ട്. അതായത് പുലബാധിച്ച ഒരാളാണ് ഇപ്പോൾ തന്ത്രി. മരിച്ച ബന്ധുവിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഏതോ ഒരു അടുത്ത ബന്ധു എത്തുന്നതിനായി ഈ മൃതദേഹം കാത്തുകിടക്കുകയാണ്. ഈ സമയത്ത് മരണവീട്ടിൽ പോയതിനു ശേഷം തന്ത്രി തിരികെ ക്ഷേത്രത്തിലെത്തി അവിടെ നടക്കേണ്ടിയിരുന്ന അന്നദാന സദ്യ, ആ സദ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ക്ഷേത്ര തിരുമുറ്റത്ത് നിലവിളക്ക് കൊളുത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പുലബാധിതനായ അല്ലെങ്കിൽ മരിച്ച ശേഷമുള്ള ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ മരിക്കുമ്പോഴുണ്ടാകുന്ന അശുദ്ധി ബാധിച്ച തന്ത്രി ഇപ്പോൾ ക്ഷേത്ര പരിസരത്തെത്തുകയും ക്ഷേത്രത്തിൽ വ്രതം നോക്കി പ്രസാദമായി 10,000-കണക്കിന് ഭക്തജനങ്ങൾ സ്വീകരിക്കേണ്ട ആ അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം
വിളക്ക് കൊളുത്തി നിർവഹിക്കുന്നതും തന്ത്രിയാണ്. ഇത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്കിടയിൽ. ഇത്തരത്തിൽ കടുത്ത ആചാര ലംഘനം, കടുത്ത രീതിയിലുള്ള ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്ത്രി നടത്തുകയാണ്. തന്ത്രിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇതിനു പിന്നിലുണ്ട്. ക്ഷേത്ര ഭരണസമിതിയുടെ എല്ലാത്തരം തോന്നിവാസങ്ങൾക്കും തന്ത്രി കൂട്ടുനിൽക്കുകയാണ് എന്ന ആരോപണവും ഇതിനോടകം തന്നെ ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.